الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. ആ രൂപത്തിൽ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓതിവെച്ച അധ്യായം 108-ാമത്തെ അധ്യായം അൽ കൗസർ. ഇത് പരിചയമില്ലാത്ത ഒരാളും ഈ സദസ്സിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അത്ര പരിചിതമാണ് ഈ ചെറുവൻ സൂറത്ത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മീം എന്ന് പറയുന്ന അക്ഷരം ഉൾക്കൊള്ളാത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അങ്ങനൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു ചെറു അധ്യായമാണ്. ഇതിന്റെ അർത്ഥം ഇന്നാ അഅ്തൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം തീർച്ചയായും ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നിന്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കുക, ബലി അറുക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക, തീർച്ചയായും താങ്കളോട് പക ശത്രുത വെച്ച് പുലർത്തുന്നവരാരോ ഹുവൽ അബ്തർ, അവനാണ് ഭാവിയില്ലാത്തവൻ അല്ലെങ്കിൽ വാലറ്റവൻ. ഇതാണ് ഇതിന്റെ സാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. മറ്റ് പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇഹപര അനുഗ്രഹങ്ങൾ അനവധിയാണ്. ആ അനവധി അനുഗ്രഹങ്ങളെ അള്ളാഹു ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചതാണ് അൽ കൗസർ എന്നുള്ളത്. അൽ കൗസർ സാധാരണയായി നമ്മളെ ഹൗദുൽ കൗസർ എന്ന് കേട്ടിട്ടുണ്ട്. പരലോകത്ത് അള്ളാഹു സജ്ജമാക്കുന്ന
വിശ്വാസികൾക്ക് സജ്ജമാക്കുന്ന ഒരു തടാകത്തെ സംബന്ധിച്ച്, ഒരു അരുവിയെ സംബന്ധിച്ച് അതും പ്രവാചകന് നൽകിയിട്ടുള്ളതാണ്. അതുൾപ്പെടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന വാക്കാണ് അൽ കൗസർ എന്നുള്ളത്. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയതിന് നന്ദിയായിട്ട് താങ്കൾ എന്ത് വേണം? രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഒന്ന്, നമസ്കരിക്കുക. രണ്ട്, ബലിയർക്കുക. എന്നിട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്ത്, പ്രബോധനം, അതിങ്ങനെ ശക്തി പ്രാപിച്ചു വരുമ്പോൾ അതിനെ തടയാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടി പ്രവാചകന്റെ ശത്രുക്കൾ. അവസാനം അവർ സ്വയം കൃതാർത്ഥരായി. ഒരാത്മസംതൃപ്തിക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി അവർ പറഞ്ഞു, മുഹമ്മദ് അധികകാലം ഒന്നും ജീവിച്ചിരിക്കില്ല, പെട്ടെന്ന് മരണമടയും. മരണമടയുന്നതോടുകൂടി ഈ പുത്തൻ പ്രസ്ഥാനം അവസാനിക്കും. കാരണം മുഹമ്മദിന് ആൺമക്കൾ ആരും ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് പ്രാതിനിധ്യത്തിന് ആളില്ല. ഇത് തീർന്നു പോകും, നശിച്ചു പോകും. ഇതായിരുന്നു അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി അവർ പറഞ്ഞത്. അതിന്റെ മറുപടിയാണ് അവസാനത്തെ ഒരു വാചകം. ആരാണോ അങ്ങയോട് ശത്രുത പുലർത്തുന്നവർ, വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ, അവരാണ്, അല്ലെങ്കിൽ അവനാണ് യാതൊരു പിൻബലവുമില്ലാത്ത, പിൻഗാമികളില്ലാത്ത, പൂർണ്ണമായും വാലറ്റ് തകർന്നു പോകുന്നവർ, ഒരു പ്രശസ്തിയും ഇല്ലാത്തവർ. ശരിക്കു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ഈ വാചകം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ആരാണോ ശത്രുത വെച്ച് പുലർത്തിയവർ അവരൊന്നുമല്ലാതെയായി. ആരെക്കുറിച്ചാണോ അവർ അബുത്തർ എന്ന് പറഞ്ഞത്, ആ പ്രവാചകൻ ഖിയാമത്ത് നാൾ വരെയും പ്രശസ്തിയും അതുപോലെ തന്നെയുള്ള അംഗീകാരവും ലോകരുടെ മനസ്സിലുള്ള ആദരവും ഒക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും വർഷം 1400 കഴിഞ്ഞു. ഇനി ഖിയാമത്ത് നാൾ എന്നാണോ അന്ന് വരെയും അത് നിലനിൽക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത, ആ പ്രവാചകന്റെ വാക്ക്, ആ പ്രവാചകന്റെ പേര് ഉച്ചരിക്കപ്പെടാത്ത ഒരു നിമിഷം ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് മറുപടി അതായിരുന്നു. ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് നന്ദിയായി ചെയ്യാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, നമസ്കാരമായിരുന്നു. പ്രവാചകന് നമസ്കാരത്തോടുള്ള താല്പര്യവും അതിനോട് കാണിച്ചിരുന്ന അങ്ങേയറ്റത്തെ ഔത്സുക്യവും വളരെ പ്രശസ്തമാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമസ്കാരമാണ് എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുന്നത് എന്നാണ്. മരണാസന്നനായ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോലും അസ്സലാഹ് അസ്സലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അത്രമാത്രം നമസ്കാരത്തോട് അങ്ങേയറ്റം താല്പര്യം. രാത്രി ദീർഘമായി നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഏതൊരു സഹധർമ്മിണിയും ഭാര്യയും ഭർത്താവിനോട് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പ്രവാചകനോട് ഒരു വാചകം കൂടി പറഞ്ഞു: നിങ്ങൾക്ക് കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട ആളായിട്ട് എന്തിനാണ് ഈ രാത്രിയിൽ ഉറക്കം വിളച്ച് കാലിൽ നീര് വരുന്നത് വരെ ഈ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ ഒരു മറുപടി നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ്. നമ്മിൽ എത്ര പേര് രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട് റമദാൻ കഴിഞ്ഞാൽ? ഒന്ന് ആലോചിക്കണം. നമ്മളൊക്കെ റമദാനിൽ എന്തോ ഒരു ആഘോഷമായി, ഒരു ഉത്സവമായി അതങ്ങോട്ട് കഴിഞ്ഞു. പക്ഷേ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ആര് കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ? നമുക്ക് അങ്ങനെ വല്ല ഉത്തരവും ഉണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും കൈകളിൽ ഉണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ഇല്ലല്ലോ. പ്രവാചകൻ അങ്ങനെ ലഭിച്ച അംഗീകാരമാണ്. ആ പ്രവാചകൻ ചോദിച്ചതാണ്: അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു ദാസനാകണ്ടേ ഞാൻ? പ്രവാചകന്റെ ചോദ്യമാണ്. അത്രമാത്രം നമസ്കാരത്തോടുള്ള പ്രവാചകന്റെ പ്രതിബദ്ധത, ഐച്ഛിക നമസ്കാരങ്ങളിലും രാത്രി നമസ്കാരങ്ങളിലും ഒക്കെ. അതാണ് ഫസല്ലി എന്ന് പറഞ്ഞതിന് പ്രവാചകൻ നന്ദി കാണിച്ചുകൊണ്ടിരുന്നത് അവസാന നിമിഷം വരെ. രോഗശയ്യയിൽ കിടക്കുമ്പോൾ, മരണാസന്നനായി കിടക്കുമ്പോൾ, മദീന പള്ളിയിൽ അകത്ത് ഇമാമത്തിന്
നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന പ്രവാചകൻ അതിന്റെ സഹിക്കവയ്യാതെ വന്നപ്പോൾ നമസ്കരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശം കൊടുത്തിട്ട് രണ്ട് സഹാബത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ആ ജമാഅത്തിന് വേണ്ടി എത്തിച്ചേരുന്ന പ്രവാചകനെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. നമ്മളോ റമദാനായാൽ എല്ലാം കൊശി, റമദാൻ കഴിഞ്ഞാൽ നമസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇതൊന്നും പോരാ. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദിയായിട്ട് ആദ്യം നമ്മളോട് നിർദ്ദേശിച്ചത്, പ്രവാചകനോട് നിർദ്ദേശിച്ചത് നമസ്കാരമാണ്, നമ്മളോടുമാണ്. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വൻഹർ, അത് മാത്രം ഞാൻ ഇത്തിരി വിശദീകരിക്കുന്നുള്ളൂ. നീ ബലിയർക്കുകയും ചെയ്യുക. അതിലും പ്രവാചകൻ മാതൃകയായിരുന്നു. ദുൽഹജ്ജ് 10 ഉളഹിയത്തും ഹജ്ജിന് പോയ സന്ദർഭത്തിൽ മറ്റു ബലികർമ്മങ്ങളും ഒക്കെ അഖീഖയും അതുപോലെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉളഹിയത്തിന്റെ പ്രാധാന്യം, അതിന് ഒരുങ്ങേണ്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചു. പരിശുദ്ധ ഇസ്ലാമിനെ വക്രീകരിക്കാനും തമസ്കരിക്കാനും ശ്രമിക്കുന്ന ചില ആളുകൾ കഴിഞ്ഞ 3-4 വർഷമായി ഉളഹിയത്തിനെതിരെ വല്ലാത്ത നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളുമായി ഒന്ന് പങ്കിടുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നാം പെട്ടുപോകരുത് അത്തരം വലകൾ, വല്ലാത്ത വലകളാണ്. പരിശുദ്ധ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 സംവത്സര കാലത്തെ ജീവിതത്തിലൂടെ സമ്പൂർണമാക്കി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതിൽ ഈ ബലിയുണ്ട്, ഉളഹിയത്തുണ്ട്. പക്ഷെ ആ ഉളഹിയത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കാനും അത് ചെയ്യരുത്, പാപമാണ്, ക്രൂരതയാണ് എന്ന് പറയുകയും ചെയ്യാൻ ഒരു 3-4 വർഷമായി ചില ആളുകൾ സജീവമായി രംഗത്തുണ്ട്. അറിയാതെ പോകരുത്. നമ്മളെ ഇത് അറിയിച്ചിട്ട് നിങ്ങളെ അതിലേക്ക് ചേർക്കാനല്ല, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. കാരണം അവരുടെ റൈറ്റപ്പുകൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വന്ന റൈറ്റപ്പ് ഇത്തിരി ഗൗരവമുള്ളതാണ്. അപ്പൊ ഉളഹിയത്ത് എവിടെ കിടക്കുന്നു? ഇവരുടെ കാഴ്ചപ്പാട് എവിടെ കിടക്കുന്നു? ഒന്നുകിൽ ഇസ്ലാമിനെ വക്രീകരിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടും തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചിട്ടും ജനങ്ങളുടെ ഇടയിൽ കയ്യടി വാങ്ങാനുള്ള ഒരു ശ്രമം ഇസ്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഉളഹിയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ തനിക്കെന്തോ അപകർഷതാ ബോധം തന്നെ പിടികൂടുമെന്നുള്ള ഭയം, അങ്ങനെ ചില ആൾക്കാരെ വലയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. സംഘടനയ്ക്ക് പേരുണ്ട്, ഞാൻ പറയുന്നില്ല. വ്യക്തിക്ക് പേരുണ്ട്, അതും പറയുന്നില്ല. ഇതെല്ലാം എൻ്റെ ഈ മൊബൈലിനകത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല വെറുതെ പറയുന്നതല്ല. എന്താണ് പറയുന്നതെന്നറിയോ? ആ വാദഗതി ഞാനൊന്ന് കേൾപ്പിക്കാം. മൃഗബലി ക്രൂരതയാണ്, അത് ഹിംസയാണ്, ശരിയല്ല. ഉളഹിയത്തിന് പകരം ചെയ്യേണ്ട കാര്യം, അതിന്റെ പേര് ഉളഹിയത്ത് തന്നെ എന്നാണ് കൊടുത്തത്. അവശ്യ സേവന മുഖം നൽകി. ബലി എന്നാൽ സമർപ്പണമാണ്. ബലിയുടെ അഹിംസാത്മക രൂപമാണ് നാം സ്വീകരിക്കേണ്ടത്. ബലിമൃഗത്തിന് മുടക്കുന്ന പണം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക. ഇതാണ് മെസ്സേജ്. എന്നിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായി ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടു നോക്കുന്നു. അതും ഉളഹിയത്തും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് മനസ്സിലാക്കാൻ. പാവപ്പെട്ടവരെ സഹായിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഉളഹിയത്ത് പദ്ധതിയിലൂടെ, പേരത് തന്നെയാണ്, ഉളഹിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം ബലികർമ്മം എന്നാണ്. ബലികർമ്മം പദ്ധതിയിലൂടെ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്താ പറയുന്നതെന്ന് അറിയോ? ടോയ്ലറ്റ്, മുച്ചക്ര വാഹനം, മേൽപ്പുരയ്ക്ക് ഷീറ്റ്, വാതിൽ ജനൽ കടിപ്പിച്ചു കൊടുക്കൽ, ഗ്യാസ് സ്റ്റവ് നൽകൽ, ഗ്യാസ് സിലിണ്ടർ നൽകൽ, കട്ടിൽ കൊടുക്കൽ, അടുക്കള നിർമ്മിച്ചു കൊടുക്കൽ, നമസ്കാര കുപ്പായം കൊടുക്കൽ, പഠനോപകരണങ്ങൾ നൽകൽ, 6 മാസത്തെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കൽ. ഇത് ഉളഹിയത്തുമായിട്ട് എന്ത് ബന്ധമുള്ളത്? വെറുതെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് തെളിവൊക്കെ അവിടെ കിടക്കട്ടെ. വെറുതെ ഒന്ന് ചിന്തിച്ച് ഇതൊക്കെ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ച് നമ്മളൊക്കെ ചെയ്യുന്നില്ലേ? ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സക്കാത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഉളഹിയത്തിനെ എന്തിനാ ഇവിടെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടുന്നത്? അത്ര മോശമായ രൂപത്തിലാണ്. തന്നെയുമല്ല, ഏറ്റവും അവസാനം അതിൽ GPay നമ്പർ ഉണ്ട്, പിന്നെ എന്താണ്
ബാങ്കിന്റെ പിന്നെ അഡ്രസ്സിന്റെ എല്ലാം ഉണ്ട്, ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറിന്റെ എല്ലാം കൊടുത്തതിന് ശേഷം പറയുന്നത് എന്താണെന്നറിയോ, കഴിഞ്ഞ വർഷം വരെ ഒരു ഓഹരിക്ക് 4000 രൂപയായിരുന്നു. ഈ വർഷം അവിടെയും ഓഹരി എന്നാ പറയുന്നത്, ഒരു ഓഹരിക്ക് 5000 രൂപ. നമ്മളിവിടെ നോക്കുമ്പോൾ, ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരാടിന് 16,000 രൂപ, ഒരു ഷെയറിനോ 9,500 രൂപ. അപ്പൊ എന്തുകൊണ്ടും മെച്ചം ഇതല്ലേ? അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തിയേക്കത് ഇപ്പൊ തന്നെ. തോന്നാൻ പാടില്ലത്. കാരണം ഉദഹിയത്ത് വേറെ, ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേറെ. ഉദഹിയത്തിന്റെ പണമെടുത്ത് ഇത് കൊടുക്കാൻ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല, എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഉദഹിയത്ത് എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കൽ തന്നെയാണ്, മൃഗബലി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അത് മില്ലത്തു ഇബ്രാഹിമാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. ഇത്തിബാഇ സുന്നത്തുർ റസൂലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റലാണ്. വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെ അധ്യാപനങ്ങളുടെയും കഠിനമായ നിർദ്ദേശം സ്വീകരിക്കലാണ്. അത് ലംഘിക്കുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ ഒരു വചനം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. വളരെ ഗൗരവമുണ്ട് ഈ വചനം. എന്താണത്? വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിര് പ്രവർത്തിച്ചാൽ, എതിര് നിന്നാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഏതാണ് സന്മാർഗം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷം, വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും എതിർ പ്രവർത്തിച്ചാൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാർഗമല്ലാത്തത് പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിയുന്നത് അങ്ങോട്ട് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, അവസാനം നരകാഗ്നിയിൽ കിടന്നെരിയും. അതത്ര മോശമായ മടക്ക സ്ഥലമാണ്. ഖുർആൻ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞു വരുന്നവര് പണ്ടേ ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്, അതുപോലെ തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് ദുരഭിമാനത്തോടുകൂടി പേര് സ്വീകരിച്ചവരുണ്ട്, നാസ്തികരുണ്ട്, നവനാസ്തികരുണ്ട്, സർവമത സത്യവാദക്കാരുണ്ട്, സർവവേദ സത്യവാദക്കാരുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട് ഈ വലയിൽ. ഈ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമാണ് കാര്യം. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്വന്തം പിരിഞ്ഞു പോവുകയാണ്, തിരിയാണ്. അപ്പൊ തിരിഞ്ഞു പോകുമ്പോ തിരിച്ചങ്ങോട്ട് വിടും. നീ എങ്ങോട്ടാണ് പോയിക്കോ. പിശാചിന് കുറെ ആൾക്കാരെയും കൂടി കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, സിറാത്തും മുസ്തഖീമിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഞാനും നിങ്ങളും. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തേ അങ്ങനെ ആയാലെന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നുകൂടാ. അതാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് അന്വർത്ഥമാക്കണം. അതുപോലെ തന്നെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം. വ്യതിചലിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഇത്തരം തെറ്റിദ്ധാരണകൾ വരുമ്പോഴേക്കും ആ വലയിൽ കുടുങ്ങാനൊന്നും, വിശ്വാസം ഉറച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ്, മതത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ വ്യക്തമാണ്, അകന്നു പോകും. ജാഗ്രത പാലിക്കുക എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ഹിയ്യത്ത്? ഉദ്ഹിയ്യത്തും ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കലും ഒരുപോലെയാണോ? ഉദ്ഹിയ്യത്തും ഗ്യാസ് സ്റ്റവ് കൊടുക്കലും ഒരുപോലെയാണോ? ഉദ്ഹിയ്യത്തും പഠനോപകരണങ്ങളും കൊടുക്കുന്നത് ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. രണ്ടും രണ്ടാണ്. മറ്റേത് ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴും ചെയ്യണം, അല്ലാതെ ഉദ്ഹിയ്യത്തിന്റെ പണം എടുത്തു കൊടുക്കാനല്ല പറഞ്ഞത്. കൃത്യമായി നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ബലിയെ കുറിച്ച് അത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചു തരുന്ന ഖുർആൻ വചനമുണ്ട്. നിഷേധിക്കേണ്ടി വരും ഇത് ഇത്തരം ആളുകൾക്ക്. ബലിമൃഗങ്ങൾ എന്ന പേര് തന്നെയാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. ഓർക്കണം, നമ്മൾ അള്ളാഹുവിന് നൽകുന്ന അത്തരം ബലികളെ കുറിച്ച് കൃത്യമായി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെ വചനം ശരിക്ക് പഠിച്ചു വെച്ചോ. വൽ ബുദിന, എന്താ ബുദിന എന്ന് പറഞ്ഞ അർത്ഥം? ബലിമൃഗം, ബലിയൊട്ടകം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഖുർആൻ പറയുന്ന വാക്കാണ്. വൽ ബുദിന, ബലിമൃഗത്തെ
ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതായിട്ട് നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ബലിമൃഗം അല്ലാഹുവിന്റെ ചിഹ്നം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്നിട്ടാണ് ഈ ഉളുഹിയ്യത്തിനെ ഈ രൂപത്തിൽ വളരെ മോശമായി ഇവരെ ചിത്രീകരിക്കുന്നത്. ആലോചിച്ച് നോക്കുക നമുക്ക്. എന്നിട്ട് പറഞ്ഞു ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്, ആ ഒട്ടകങ്ങളെ നിങ്ങൾ അണിയണിയായി ഇങ്ങനെ നിർത്തിക്കൊണ്ട് വരി വരിയായി നിർത്തിക്കൊണ്ട് അതിൽ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ പറയുക എന്ന് വെച്ചാൽ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് അതിനെ അറുക്കാനാണ് ആ പറയുന്നത്. അപ്പൊ ബലി അറുക്കല് എന്താണ്? പിന്നെ പാടില്ല, ക്രൂരതയാണ്. 4 വർഷം മുമ്പ് വരെ ലോകത്തെല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും മാതൃകയാക്കി തന്ന ഒരു കാര്യം, ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അത് ക്രൂരതയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഹിംസയാണ്, അഹിംസയാണ് നമുക്ക് വേണ്ടത്. ഈ ജാതി പദപ്രയോഗങ്ങളിലൂടെ ഇങ്ങനെ ജനങ്ങളെ വട്ടം കറക്കണ അവസ്ഥയുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ പറഞ്ഞത് എന്താ? ഫൈദാ വജബത്ത് ജുനൂബുഹാ, അങ്ങനെ ഒട്ടകങ്ങൾ അതിന്റെ നെറ്റിത്തടങ്ങളിൽ അത് വീണ് കഴിഞ്ഞാൽ, പാർശ്വഭാഗങ്ങളിൽ അത് വീണ് കഴിഞ്ഞാൽ, ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ തിന്നണം. ഉദഹിയത്തിന്റെ പണം ടോയ്ലറ്റിൽ കൊടുത്താൽ തിന്നാൻ പറ്റുമോ? ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ തിന്നണം. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ, പിന്നെ മറ്റുള്ളവരുടെ മേൽ ആശ്രയിച്ച് വരാത്തവരും സ്വയം സംതൃപ്തരായി ജീവിക്കുന്നവരും, വൽ മുഅ്തറ, ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നിങ്ങൾ തീറ്റണം, ഭക്ഷിപ്പിക്കണം. ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ളതായാലും നടക്കുക. ഇനി നമുക്ക് കദാലിക സഖർനാഹാ ലക്കും, ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് ഇവകളെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. ഖുർആൻ എത്ര കൃത്യ! ഇതിനെ നിഷേധിച്ചുകൊണ്ടല്ലാതെ ഇതിന് പറയാൻ പറ്റും? അങ്ങനെ നിഷേധിച്ചാലുള്ള അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ലംഘനം. ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാ സമൂഹങ്ങളിലും ബലിയും മൃഗബലിയും ഒക്കെ ഉണ്ട്. പുണ്യത്തിന് വേണ്ടി ആരാധനയായി എല്ലാ സമൂഹങ്ങളിലും സമുദായങ്ങളിലും അതുണ്ട്. ചിലപ്പോൾ നരബലി വരെ, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. നരബലി എന്ന് പറയുന്നത് അതുവരെ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. അപ്പൊ ഈ മൃഗബലി എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമായി എല്ലാവരും കൊണ്ടു നടക്കുന്നതാണ്. ഖുർആൻ പറയുന്നു സൂറത്ത് ഹജ്ജിലെ 34-ാമത്തെ വചനം, വലികുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിനും, ജഅൽനാ മൻസകൻ, നമുക്ക് നാം ബലികർമ്മം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ലിയദ്കുറു ഇസ്മല്ലാഹി, അല്ലാഹുവിന്റെ നാമം അവർ ഓർക്കാൻ വേണ്ടി, അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നാം നൽകിയതിൽ അല്ലാഹുവിന്റെ നാമം അവർ ചൊല്ലാൻ വേണ്ടി. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. ഫലഹു വസ്ലിമു, അവന് നിങ്ങൾ സമർപ്പിക്കുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനീതന്മാരായി ജീവിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന വചനം എല്ലാ സമുദായങ്ങളിലും ഇത് ഈ പറയുന്ന മൃഗബലി എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമായി പുണ്യകർമ്മമായി നിശ്ചയിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതൊന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞതാണ് സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെ വചനം. ഇനി നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് രംഗത്ത് മാതൃക കാണിച്ചെന്നുണ്ട്. നബിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോകാം. എന്താണ് ആ മുന്നിലേക്ക് പോകുന്നത്? മനുഷ്യാരംഭ കാലം മുതൽക്ക് തന്നെ ബലികർമ്മം പുണ്യകർമ്മമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അക്കാര്യം കൃത്യമായി സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ വചനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഏതാണ് ആ സംഭവം? വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വചനം. ആദമിന്റെ 2 മക്കളുടെ വൃത്താന്തം അവർക്ക് പ്രവാചകരെ ഓതി കേൾപ്പിക്കുക. എന്താണത്? അവർ രണ്ടാളും ഖുർബാൻ സമർപ്പിച്ചു, ബലി സമർപ്പിച്ചു. ഫതുഖബ്ബല അഹദുഹുമാ, രണ്ടിൽ ഒരാളുടെ ബലി സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ ആളിന്റെ സ്വീകരിക്കപ്പെട്ടില്ല. അപ്പൊ സ്വീകരിക്കപ്പെടാത്ത ആളാരോ? അദ്ദേഹം സ്വീകരിക്കപ്പെട്ട ആളിനോട് പറഞ്ഞു, ലാഖ്തുലന്നക, ഇത് ശരിയല്ല, നിന്നെ ഞാൻ കൊന്നുകളയും. അപ്പം സ്വീകരിച്ച ആള് പറഞ്ഞു,
എന്നോട് കയർത്തിട്ട് കാര്യമില്ല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു ഇത് സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. അപ്പൊ അത് അന്നു മുതൽ തന്നെ തഖ്വ എന്ന് പറയുന്നതിന്റെ ബേസായി പറഞ്ഞതാ. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഈ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും അല്ല അള്ളാഹുവിലേക്ക് എത്തുക, നിങ്ങളുടെ തഖ്വയാണ്. അപ്പൊ ഉദ്ഹിയ്യത്തിന് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് തഖ്വയാണ്. അത് തന്നെ അവിടെ പറഞ്ഞത്. 1-ാം തീയതി മുതൽ അത് സൂചിപ്പിച്ചു. 2 പേർ ബലിയറുത്തു, ഒരാളുടെ സ്വീകരിച്ചു, മറ്റേ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കപ്പെടാത്ത ആളിന് ബേജാറായി. ആ സന്ദർഭത്തിലുള്ള സംസാരമാണ് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. ഇതൊന്നും കഥയല്ല, ഖുർആനാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ അന്ന് മുതലുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് ഒരു ബലി നമുക്ക് കാണാം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ ഖാലു വതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി തന്റെ സമുദായമായ ബനൂ ഇസ്രായേൽക്കാരോട് പറഞ്ഞ സന്ദർഭം, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറുക്കുവാൻ. ഖുർആൻ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇത്ര മോശവും അഹിംസയും ഒക്കെയാണെങ്കിൽ, ക്രൂരതയും ഒക്കെയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ച് മുൻഗാമികളുടെ കഥ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമോ? ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. അറവാണല്ലോ ഇവിടെ പ്രശ്നം. അതാണല്ലോ ദയയില്ലായ്മ, അതാണല്ലോ കാരുണ്യമില്ലായ്മ. ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. വെറുതെ ഇസ്ലാമിന്റെ മേൽ കുതിര കയറാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന സ്ഥിതിവിശേഷം. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങളെ കളിയാക്കുകയാണോ മൂസാ നബി? അപ്പൊ മൂസാ നബി പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ അറിവില്ലാത്തവരിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുന്നു. അവിടെയും പരാമർശിച്ചത് ഒരു ബലിയാണ്. പിന്നെ ഈ സംഭവം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരും ചരിത്രവും ഒക്കെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും പറയുകയും പരാമർശിക്കുകയും ആ മില്ലത്ത് പിൻപറ്റാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണല്ലോ ഇത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കാണുന്നത് ഈ ബലിയുടെ ദുൽഹജ്ജ് 10. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദുൽഹജ്ജ് 10ന്റെ പേരെന്താ? ദുൽഹജ്ജ് 8 യൗമു തർവിയ, ദുൽഹജ്ജ് 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നെഹർ. എന്താ നെഹർ എന്ന് വെച്ചാൽ അറബ് എന്നാണ്, ബലി എന്ന അർത്ഥം. അതിന്റെ ദിവസമാണത്. ഇതെന്തേ അള്ളാഹ്ക്ക് മനസ്സിലായില്ലേ? എന്തേ പ്രവാചകന് തിരിഞ്ഞില്ലേ? ഇപ്പൊ കുറെ ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ. ഇപ്പൊ യൗമുൻ നെഹർ എന്ന് പറയുന്ന ആ ദിവസമാണ് ഉദ്ഹിയ്യത്ത് നൽകേണ്ടത്. ആ സംഭവം വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കൃത്യമായി നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം 37-ാം ഈ രംഗം, ഈ ഭാഗം വിശദീകരിക്കുന്നത് 37-ാമത്തെ സൂറ അസ്സാഫാത്ത്, സൂറത്തു യാസീന്റെ ശേഷമുള്ള സൂറത്താണ്. ആ സൂറത്തു സാഫാത്തിലെ 83 മുതൽ 112 വരെയുള്ള വചനങ്ങളിൽ പരാമർശിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതിൽ 100 മുതൽ 107 വരെയുള്ള വചനങ്ങൾ ഈ ബലിയെ കുറിച്ച് പറയുന്നതാ. അറിയാവുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വളരെ വൈകിയതിന് ശേഷമാണ് സന്താനമുണ്ടായത്. പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു കുട്ടിയെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത നൽകി. അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബിയോടൊപ്പം കൈപിടിച്ചുകൊണ്ട് അധ്വാനിക്കാനും പ്രയത്നിക്കാനും ഒക്കെ ഉള്ള പ്രായമായപ്പോൾ, ഒരു 10-13 വയസ്സ്, അതാണ് ചരിത്രകാരന്മാർ പറയാറുള്ളത്, അത്രയായിട്ടുള്ളൂ. ആയപ്പോൾ കാല ഇബ്രാഹിം നബി പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, നിന്നെ ഞാൻ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? എന്താണ് ഈ വചനത്തെ കുറിച്ച് ഇത്തരം ആൾക്കാർക്ക് പറയാനുള്ളത്? ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും തള്ളിക്കളയണം, അല്ല ഇതൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, ഫൻദുർ മാദാ തറാ, ഉപ്പ എന്താണോ അങ്ങയുടെ അഭിപ്രായം അത് ചെയ്തു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്ത് നല്ല മകൻ,
എത്ര നല്ല പിതാവ്. എന്നിട്ട് പറഞ്ഞു, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, മോനോട് ചോദിക്കുകയാണ് നിന്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പം മകന്റെ മറുപടിയാണ് യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ ക്ഷമാലിക്കളുടെ കൂട്ടത്തിൽ കാണാം, എനിക്കൊരു പ്രശ്നവുമില്ല. അറുക്കാൻ പറഞ്ഞോ അറുത്തോ, ഞാൻ റെഡി. ഫലമ്മാ അസ്ലമാ, അങ്ങനെ അവർ രണ്ടാളും അതിന് കീഴ്പ്പെട്ടു. ഖുർആന്റെ വാക്കാണ്. ഞാൻ ഈ പറയുന്ന അർത്ഥത്തിന് വല്ല മാറ്റമുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ. അവർ രണ്ടാളും കീഴ്പ്പെട്ടു. ആര്? വാപ്പയും മകനും, ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമസ്സലാം. വതല്ലഹു ലിൽ ജബീൻ, എന്നിട്ട് ഇസ്മായിൽ നബിയെ ചെരിച്ച് കിടത്തി അറുക്കാൻ വേണ്ടി. നമ്മളൊക്കെ ബലിമൃഗങ്ങളെ അറുക്കാൻ വേണ്ടി ചരിച്ചു കിടത്തൂലേ, അതുപോലെ ഇസ്മായിലിനെ ചരിച്ചു കിടത്തി. വതല്ലഹു ലിൽ ജബീൻ, ഖുർആന്റെ പ്രയോഗമാണ്, ഇത് കഥയല്ല. ആ അവസ്ഥ എത്തിയപ്പോൾ കത്തി കയ്യിലെടുത്ത് നിൽക്കുന്ന ഇബ്രാഹിമിനെ വിളിക്കുന്നു. ഫനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം ഒറ്റ വിളി, കത്തിയെടുത്ത് ഒരുങ്ങാന്ന ആ സന്ദർഭത്തിൽ ചന്നി ചെരുത്തി കിടത്തി അറുക്കാൻ ഒരുപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഒരൊറ്റ വിളി, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായ പരീക്ഷണമാണ്. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, എന്നിട്ട് മഹത്തായ ഒരു ബലിമൃഗത്തെ പകരമായി അദ്ദേഹത്തിന് നാം നൽകി. ഒരാടിനെ കൊടുത്തു, ആടിനെ അറുത്തു. അതാണ് ഉളഹിയ്യത്ത്, അല്ലാതെ ടോയ്ലറ്റ് ഉണ്ടാക്കലല്ല. ഉളഹിയ്യത്തിന്റെ പൈസ കൊണ്ട്. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, ആ മില്ലത്ത് പറ്റൂല. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പോരാ എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയാണ് എന്നാ പറഞ്ഞത്. ഈ വിഡ്ഢിത്തം എഴുന്നള്ളരുത്, ഇത്തരം സന്ദർഭങ്ങളിൽ എഴുന്നള്ളിക്കരുത്. മുസ്ലിം ഉമ്മ ഒന്നടങ്കം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ആരുടെയോ കയ്യടി വാങ്ങാൻ വേണ്ടി ഉളുഹിയത്തിനെ സാമാന്യവൽക്കരിച്ച് അതിന്റെ പൈസ എടുത്ത് സാധുക്കൾക്ക് അത് ചെയ്, ഇത് ചെയ്, മറ്റേത് ചെയ്, അതാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യാൻ ഞങ്ങളുടെ ഒപ്പം കൂടിയില്ല. ഇത് ചെയ്യാൻ നിങ്ങളുടെ ഒപ്പം കൂടാനാവില്ല ഒരു വിശ്വാസിക്ക്. കാരണം അവന്റെ വിശ്വാസം വേറെയാണ്. അവൻ വിശ്വസിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന മാതൃകയാണ്. അവൻ ഉൾക്കൊള്ളുന്ന അതാണ്. അവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഇബ്രാഹിം മില്ലത്താണ്. ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ ഒരുമ്പെട്ട സന്ദർഭത്തിൽ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ അറുക്കുക എന്നുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നരബലി എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, നിരുത്സാഹപ്പെടുത്തുകയും പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്ത അതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത്. അതിന് പകരം ഒരു ബലിമൃഗത്തെ കൊടുത്ത് അർപ്പിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് പിൻഗാമികളായ ആൾക്കാർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കീർത്തിയായി നാം ഇത് അവശേഷിപ്പിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ സൂറത്തു സാഫാത്ത് നാം എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. ഇതിന് വിരുദ്ധമായി ഇത്തരം കാര്യങ്ങളെ വക്രീകരിച്ചു പോകുന്ന, തമസ്കരിച്ചു പോകുന്ന, ഖുർആന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്ന, പ്രചരിപ്പിച്ചു പോകുന്ന അവസ്ഥാവിശേഷമുണ്ട്. വിശ്വാസം അടിയുറച്ചിട്ടില്ല എങ്കിൽ, ദീൻ കൃത്യമായി പഠിച്ചിട്ടില്ല എങ്കിൽ പെട്ടുപോകും. പെടാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ്. നാളെ എന്നെ എന്റെ റബ്ബ് പിടിച്ചു നിർത്തിയാൽ ഞാൻ മുന്നറിയിപ്പ് നൽകി റബ്ബേ എന്നെനിക്ക് പറയാവുന്ന ഒരവസ്ഥ നിങ്ങളെയൊക്കെ സാക്ഷികളാക്കി ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇസ്ലാമിനെതിരെ, ഇസ്ലാമിൽ നിന്ന് തന്നെ, മുസ്ലിം നാമധാരികളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വക്രീകരണങ്ങളെ കരുതിയിരിക്കുക. സത്യം സത്യമായി ജീവിതത്തിൽ പകർത്തി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. റഹ്മാനും റഹീമുമായ തമ്പുരാൻ അതിനുള്ള സർവ്വ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ബലികർമ്മം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുക, മറ്റാർക്കും വേണ്ടി ബലി നൽകാതിരിക്കുക. അതാണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മൾ ഉലഹിയത്തിന് വേണ്ടി ഒരുങ്ങുന്നതൊക്കെ അതിനുവേണ്ടി വേറെ ആർക്കും കൊടുക്കാനല്ല, ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം. പടച്ചവൻ കൽപ്പിച്ചു, നമ്മളത് ചെയ്യുന്നു. പൂർണ്ണമായും തഖ്വയിലും ഇഖ്ലാസിലും ത്യാഗമനസ്ഥിതിയിലും അധിഷ്ഠിതമായിരിക്കണം. അത് അള്ളാഹു അല്ലാത്ത ആർക്ക് വേണ്ടി അറുത്താലും അത് ശിർക്കാണ് എന്ന് കൃത്യമായി നാം പഠിച്ചു വെക്കണം. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ശാപവാക്യം നമ്മൾ അർഹരാകരുത്. നമ്മളെപ്പോഴും എന്തപ്പോ അഖീഖയുണ്ട്, നിങ്ങൾ നോക്ക്, അറവ ഏതൊക്കെ രൂപത്തിലുണ്ട്. ഹദിയുണ്ട്, ഹജ്ജിന് പോകുന്നവർക്ക് അവിടെ. പിന്നെ ഈ പറഞ്ഞ ഉദഹിയത്തുണ്ട്, യൗമുൻ നഹറിൽ, അന്ന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അയ്യാമത്തെ ശരീക്കുന്ന ദിവസങ്ങളിൽ. പിന്നെ അഖീഖയുണ്ട്, ഒരു കുട്ടി പിറക്കുമ്പോൾ സന്തോഷം, നന്ദി എന്നുള്ള നിലയിൽ അതിനെ ബലിയറുത്ത് കൊടുക്കുക എന്നുള്ള അഖീഖയുണ്ട്. അതുപോലെ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ പിഴച്ചു പോയാൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ബലിയുണ്ട്. ഹജ്ജിന് പോകുന്ന രംഗത്ത് നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ട് എങ്കിൽ ചില ബലി കൊടുത്താൽ അത് പരിഹരിക്കപ്പെടും. അപ്പൊ കഫാറത്ത് എന്നുള്ള നിലയിലുണ്ട്. ഈ 3-4 നിലയിൽ, 4-5 നിലയിൽ ബലികർമ്മം ഉണ്ട്. എന്നിട്ട് അതിനെയാണ് ഈ രൂപത്തിൽ ഇത്ര സാമാന്യവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഒരുങ്ങിക്കോ ഉദഹിയത്തിന്. അതിൽ നിന്ന് പിന്നോട്ട് നമ്മൾ പോകരുത്. ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലേ, 7 പേർ വരെ ഷെയർ ചേർന്ന് ഒന്നിനെ അറുക്കുക. അത് മില്ലത്തു ഇബ്രാഹിമാണ്, ഇത്തിബാഇ സുന്നത്തി റസൂലാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിന് പകരം എന്ത് ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുത്താലും പകരമാവില്ല എന്നുള്ള തിരിച്ചറിവ് ആർജവത്തോടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാവനമായ ഇസ്ലാമിന് വിരുദ്ധമായ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം വികലമായ കാര്യങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തീർക്കുമാറാകട്ടെ. ശരിയിലേക്ക് തിരിഞ്ഞു നിൽക്കാനുള്ള പ്രചോദനം അവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരും, വളരെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് വളരെ ക്രിട്ടിക്കൽ മൂവ്മെന്റിൽ കഴിച്ചു കൂട്ടുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, പല സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വിളിച്ചു പറഞ്ഞവരെ ആരെക്കുറിച്ചാണോ പറഞ്ഞതെല്ലാം മനസ്സിലുണ്ട്. മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്മാരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അതുമൂലം അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും എല്ലാവരെയും നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും അനുസരിച്ച് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നും 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 അള്ളാഹു നമുക്ക് പ്രചോദനം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായി വരുന്ന എല്ലാ നീക്കങ്ങളെയും തന്റെ ഇടത്തോടെ അവഗണിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സർവ്വപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا
ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار